ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ആദ്യ ബിഗ് ബോസിലെ വിന്നർ സാബുമോൻ പുതിയ ബിഗ് ബോസിലെ വിശേഷങ്ങൾ പറഞ്ഞതിങ്ങനെ. ബിഗ് ബോസിൽ പോകും മുൻപേ സാബു ഭയങ്കര വണ്ണമുള്ള ആളായിരുന്നു. അതിൽ നിന്നും ഇറങ്ങിയപ്പോൾ സ്ലിമായി. ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന ചോദ്യത്തിന്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വെയിറ്റ് 28 ആണ്. ഞാൻ ആ സമയങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തിരുന്നത് കൊണ്ട് ഹോസ്റ്റലിലായിരുന്നു കൂടുതലും നിന്നിരുന്നത്. ക്ഷാമമാണല്ലോ ഹോസ്റ്റലിൽ. പിന്നീട് കോളേജിൽ നിന്നിറങ്ങി ഗവൺമെന്റിന്റെ അമൃതം പൊടി പോലുള്ളത് കഴിച്ച് ഞാൻ അങ്ങ് പുഷ്ടിപ്പെട്ടു. വണ്ണം വെച്ചു തുടങ്ങി. പിന്നീട് ബിഗ് ബോസിൽ പോയി. അതിലെ ബിഗ് ബോസിന്റെ ഭക്ഷണമല്ലേ, ഗവൺമെന്റ് അല്ലല്ലോ. അതിനുള്ളിൽ ആഹാരത്തിന് അടിയുള്ള കാരണം ഞാൻ അത് വേണ്ട എന്ന് വെച്ചു. ആഹാരം വളരെ തുച്ഛമായ കഴിച്ചിരുന്നുള്ളൂ. എനിക്ക് വിശപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്നെക്കാളും വിശപ്പുള്ളവർ ഉണ്ടായിരുന്നു. അതിലൊരു പ്രശ്നം വേണ്ടെന്ന് വെച്ചു. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് വർക്കും കാര്യങ്ങളുമായി. എനിക്ക് കൂടുതൽ തമിഴ് സിനിമകൾ വന്നു. അത് രാത്രിയിലായിരുന്നു വർക്ക്. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് മൊത്തത്തിൽ തെറ്റി, ഉറക്കവും ഭക്ഷണവും. പിന്നീട് ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു. പിന്നീട് വണ്ണം കൂടിയില്ല. പക്ഷെ കാണുന്നവർ ഒരു ചോദ്യം ചോദിക്കും, വയ്യേ, എന്തെങ്കിലും അസുഖമുണ്ടോ, ഷുഗർ ആവുമല്ലേ? ഒരിക്കൽ ഞാനൊരു ചായയും ഉള്ളിവടയും കഴിച്ചു നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഷുഗർ അടിച്ചു അല്ലേ? അപ്പോൾ ഞാൻ, അതെ, ഭയങ്കരമായ ഡയബറ്റീസ് പ്രോബ്ലം. ഇപ്പോൾ 600-ലാണ് നിൽക്കുന്നത്. 3 നേരം ഇൻസുലിൻ അടിക്കുന്നു. സെയിം ആണ് എനിക്കും. പുള്ളിക്ക് ഭയങ്കര കണക്ട് ആയി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ, ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നുണ്ടോ? അതെ എന്ന് മറ്റേയാൾ. എനിക്കിത് കേട്ടാൽ മതി. പുള്ളിക്ക് മനസ്സിലായില്ല ഞാൻ ട്രോൾ ചെയ്താണെന്ന്. പുള്ളി സന്തോഷത്തോടെ പോയി. പുള്ളി വീട്ടിൽ പോയി. എന്നെ പോലെ എത്ര പേരാ, അവർ ചായയും ബജിയും കഴിക്കുന്നുണ്ടല്ലോ, നിനക്ക് ഞാൻ കഴിക്കുമ്പോഴാണ് പ്രശ്നം എന്ന് അവർ വീട്ടിൽ പോയി പറയും. ഒരു സന്തോഷം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ പറ്റി മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ഞാൻ അത് അവാർഡാക്കിയെടുക്കും. ഞാൻ ഹൗസിൽ വീണ്ടും കയറിയപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ മിസ് ചെയ്യും. ഓർമ്മകളുടെ ഒഴുക്കാണ് അവിടെ ഇരിക്കുമ്പോൾ. ഇപ്രാവശ്യം എല്ലാവരും നല്ല കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ പറയുന്നത് ശരിക്കും അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടേ പറയൂ. എനിക്ക് അവരുടെ ഗെയിമിനെ ചെന്ന് കുളമാക്കേണ്ട കാര്യമില്ല. അത് അവരുടെ കളിയല്ലേ. നമ്മൾ വന്നു പോയവരല്ലേ. നമ്മൾ എന്തിനെ അവിടെ ചെന്ന് അലമ്പണം? ഞാൻ ഒരിക്കലും ചലഞ്ചർ ആയിട്ട് അതിൽ പോകില്ല. ഞാൻ 100% കോൺഫിഡൻസോടെ വിജയിച്ച ഒരാളാണ്. എന്റെ കൂടെയുള്ളവരുമായി ചലഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വിന്നറായത്. പിന്നെ വീണ്ടും എന്തിനാ ഈ കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പോയി നിങ്ങളെയും ചലഞ്ച് ചെയ്യും എന്ന് പറയുന്നത്? ഒരു വിന്നറും അങ്ങനെ പറയരുത്. ഓരോ സീസണിലും വന്നിട്ടുള്ള ആളുകളുടെ മുകളിലോട്ടുള്ള ആരും വന്നിട്ടില്ല. ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നി. അനീഷ്, ഈ മനുഷ്യൻ പ്രൂവ് ചെയ്യുകയാണ്. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഫസ്റ്റ് സീസൺ വിന്നറിനോട് എന്ന് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. എപ്പിസോഡിൽ പറഞ്ഞിരുന്നു സാബുമോൻ അനീഷിനെ റോസ്റ്റ് ചെയ്തുവെന്ന്. ഞാൻ അവിടെ ആരെയും റോസ്റ്റ് ചെയ്തില്ല. ഞാൻ റോസ്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ല. ഒരിക്കലും നമ്മൾ അവരുടെ ഗെയിമിനെ കുളമാക്കാൻ പാടില്ല. എനിക്കാരുടെയും പേഴ്സണലോ പ്രൊഫഷണലോ ആയ കാര്യങ്ങൾ ഒന്നും അറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് അപ്പാനിയെയും ടെലിവിഷൻ ഷോകളിൽ കാണുന്ന അനുമോളയുമാണ്. അപ്പാനിയെ കൊച്ചിലെ അറിയാം. നാടകം ചെയ്തിരുന്ന ആളാണ്. എന്റെ മുൻപിൽ പെർഫോം ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അനുവിനെ വേറെ ഒരു ചാനലിൽ പോയപ്പോൾ പരിചയപ്പെട്ടു.